അതെ, എനിക്കൊരു കുരങ്ങനില്ലായിരുന്നു എൻ്റെ വീട്ടിൽ. ആ കുരങ്ങൻ ഇപ്പോൾ തൊടലേന്ന് പൊട്ടിച്ചു പോയിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് ഇപ്പം മടങ്ങി വരും. എനിക്കൊരു കുരങ്ങനെ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? മാർഗമുണ്ടല്ലോ. എൻ്റെ വല്യമ്മയ്ക്ക് അതേ ഷേപ്പാ, അതേ പ്രകൃതം തന്നെയാണ്. എൻ്റെ വല്യമ്മയെ കുറിച്ച് വേണം തരാം. അടി ഇതേ കുരങ്ങിൻ്റെ വീഡിയോയെ ഞാൻ വാട്സപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. എൻ്റെ വല്യമ്മയുടെ വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ചേച്ചി എന്നെ മോനെ, 3-4 ദിവസമായിട്ടേ പൂച്ചേൻ്റെ പുറകെ നടക്കുക. ഇതാ മോനോട് ഞാൻ പറഞ്ഞത്. എലിപ്പിനെയാണോ സംശയമുണ്ട്. നീ ഒന്ന് പോയി ഡോക്ടറെ കാണിക്ക് മോനെ. ചേച്ചി ഇരുന്നു ബഹുമാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ബഹുമാനിച്ചൊന്നുമില്ല, ഞാൻ കമ്പ്യൂട്ടർ ഓഫിട്ട് എഴുതേക്കുമായിരുന്നു. മോന് എന്നെ മനസ്സിലായോ? പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചീനെ. സിനിമയിലാ? അല്ലല്ല, മൊബൈലില്. മോനെ, എന്തോ ഈ മുട്ടായി പറക്കിന് എങ്ങനെയാണ് ഫസ്റ്റ് കിട്ടിയത്? അതോ എൻ്റെ അപ്പനെ കുടിച്ചേച്ച് വരും. അന്നേരം ഈ കഞ്ഞിക്കല്ല് എടുത്തെറിയും. അപ്പം നിലത്ത് വീഴുന്ന ചോറ് ഇങ്ങനെ തെറിച്ചിങ്ങനെ കിടക്കുക. അന്നേരം ഞാനും എൻ്റെ ചേട്ടായും കൂടി ചെന്നിച്ച് നിലത്ത് ഇങ്ങനെ പെറുക്കി സ്പീഡ് തിന്നും. അങ്ങനെ പെറുക്കിയെടുത്ത് പ്രാക്ടീസ് ആക്കി. ഇപ്പം അത് ഞാൻ ചെയ്തതാണ്. മുട്ടായി പറക്കിന് അതുപോലെ തന്നെ എടുത്ത് വെച്ചതാണ്. അത്ര സ്പീഡ് ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. മമ്മിയെ, എന്താ മോനെ? ഇഡ്ഡലി ഇരിപ്പുണ്ടോ? ഇഡ്ഡലി ഇരിപ്പുണ്ട്. എന്തിനാ? ഇവിടെ ചീരി ഇരിപ്പുണ്ടോ? അതിനെ എറിഞ്ഞു കൊടുത്താനാ. മോനെ, നമുക്കൊരു കാർ മേടിച്ചാലോ? കാറിന് മുമ്പ് നമുക്ക് എച്ചെടുക്കണ്ടേ? അയ്യോ, എച്ചെടുക്കാനുള്ള പണം എൻ്റെ കയ്യിലില്ല. ഒരു കാര്യം ചെയ്യാം, എച്ചിൻ്റെ പൈസ നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുക്ക്, കാറ് പിന്നെ മേടിക്കാം. ഏതപ്പാ ഗോതമംഗലം മോനെ. ചേച്ചിയോ എന്താ ഈ വഴിക്ക്? എനിക്ക് കാഴ്ച കിട്ടിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരികയല്ലേ. മോനൊരു ജോലി കിട്ടിയെന്ന് പറയുന്നത് കേട്ടല്ലോ. ഏത് കമ്പനിയിലാ? പാരസെറ്റമോളിന്റെ കമ്പനിയിലാ. അവിടെ എന്ത് ജോലി? ഗുളികയുടെ നടുക്കൂടി വരയിടുന്നത്. നല്ല ജോലിയാണല്ലോ. മോനെ, നീ അറിഞ്ഞോ? ദേ, അവിടുത്തെ ജാനുവിൻ്റെ കുളിമുറിയിലില്ലേ നിന്റെ അപ്പൻ എത്തി നോക്കിയെന്ന് പറഞ്ഞ് പൂവരിടി കൊടുക്കുന്നു പറഞ്ഞ ആൾക്കാർ ഇപ്പം വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. ദൈവമേ, ഞാൻ ഇന്ന് അവിടെ പോകാൻ എത്ര നന്നായി.